ആധുനിക യുഗത്തെ തുറിച്ചു നോക്കുന്ന ഒരു സാമൂഹ്യ വിപത്താണ് വാർദ്ധക്യവും ഒറ്റപ്പെടലും. അണുകുടുംബങ്ങളുടെ എണ്ണം വർദ്ധിച്ചതും സ്വന്തം സുഖലോലുപത്വവുമാണ് അതിന് കാരണം. എന്നാൽ ജ്ഞാനിയായ ശലോമോൻ പറയുന്നു, നിന്നെ ജനിപ്പിച്ച അപ്പന്റെ വാക്ക് കേൾക്കുക. നിന്റെ അമ്മ വൃദ്ധയായിരിക്കുമ്പോൾ അവളെ നിന്ദിക്കരുത്. ഇന്ന് കാലം മാറി, ഒപ്പം മനുഷ്യന്റെ മനസ്സും. നൊന്ത് പ്രസവിച്ച അമ്മമാർ കൈ വളരുന്നോ കാൽ വളരുന്നോ എന്ന് നോക്കി വളർത്തിയ മക്കളുണ്ടായിട്ടും വാർദ്ധക്യത്തിൽ നിരാലംബരായി തെരുവീഥികളിലും അനാഥാലയങ്ങളിലും അഭയം തേടുന്നു. പേരക്കുട്ടികൾക്ക് അറിവും അനുഭവ സമ്പത്തും ചേർത്ത നല്ല പാഠങ്ങൾ പകർന്നു നൽകേണ്ടവരെ എന്നു മുതലാണ് നമ്മുടെ ഭവനങ്ങൾക്ക് മടുത്തു തുടങ്ങിയത്? പ്രായമായവരെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും അവരുടെ വാക്കുകൾക്ക് കാതോർക്കുകയും ചെയ്തിരുന്ന നമ്മുടെ തലമുറയ്ക്ക് ഇന്ന് എന്താണ് സംഭവിച്ചത്? ഒരു മനുഷ്യ ആയുസ് മുഴുവൻ അധ്വാനിച്ച് കുടുംബത്തിനും മക്കൾക്കുമായി തന്റെ ജീവിതം ഹോമിച്ച് ഒടുവിൽ രോഗവും അനാരോഗ്യവും തളർത്തുമ്പോൾ മക്കളുടെയും മരുമക്കളുടെയും വാക്കുകൾ ഒരു വാളായി മാറുമ്പോൾ വൃദ്ധസദനങ്ങളിൽ അഭയം പ്രാപിക്കുന്ന അനേക വൃദ്ധ മാതാപിതാക്കളുടെ നോവുകളും നിലവുകളും ചേർത്തുവെച്ച് കിഴക്കൻമുത്തൂർ സെന്റ് പോൾ സേവിയാസ് സംഘം അവതരിപ്പിക്കുന്ന നൃത്താവിഷ്കാരം അമ്മ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ ഭവനത്തിനായി സ്തോത്രം. ഇതിൽ വസിക്കുന്ന മക്കൾക്കായി സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പൈതലിനായി സ്തോത്രം. പരസ്പരം കരുതുകയും സ്നേഹിക്കുന്നവരുമായും ജീവിക്കുവാൻ എല്ലാവരെയും സഹായിക്കണമേ. എല്ലാം യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്തുവാ മക്കളെ ഇവിടെ നടക്കുന്നത്? അമ്മ അകത്ത് പോയി കിടക്ക്. വയ്യാന്ന് പറയുകയും ചെയ്യും, ആര് വന്നാലും മുന്നിൽ വരികയും ചെയ്യും. അവിടെ നിൽക്കട്ടടി. 10 കൽപ്പനകളിൽ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നുള്ളതല്ലോ മുഖ്യം. ഒരു പ്രായമുള്ള അമ്മയല്ലേ ഇങ്ങനെയൊക്കെ പറയാമോ? നിനക്കും ഒരു മകളില്ലേ? അമ്മേ, എനിക്ക് പള്ളിയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥന, സേവ്യാസംഘം ഇതിനെല്ലാം പോകണ്ടേ? ചെന്നില്ലെങ്കിൽ നമ്മുടെ രഞ്ജി അച്ഛൻ ചോദിക്കും, എന്തിയേ എല്ലാവരും എന്ന്. സിബി എന്നൊരു വിളിയുണ്ട്. എന്താ പറ്റിയ എല്ലാവർക്കും? ഇങ്ങനെയൊക്കെ മതിയോ? ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് അച്ഛൻ തിരക്കും. ഞാനാണെങ്കിൽ പള്ളിയിലെ എല്ലാ കമ്മിറ്റികളിലും ഉണ്ട്. ഞാനിങ്ങനെ പള്ളിയിലും കമ്മിറ്റികളിലും പോകാതെ അമ്മച്ചിയെ നോക്കി വീട്ടിലിരുന്നാൽ എനിക്കും പോകണ്ടായോ സ്വർഗരാജ്യത്തിൽ?
മക്കളെ ഇവിടെ നടക്കുന്നത്? ഇതിത്രയും ഞങ്ങളുടെ കുടുംബസ്വത്താണ്. വീടുൾപ്പെടെയുള്ള മൊത്തം സ്ഥലമാണ് വിൽക്കുന്നത്. അന്നേരം നിങ്ങളുടെ അമ്മയ്ക്കോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. മക്കളെ, എന്റെ കാര്യമോ? അമ്മയുടെ കാര്യമെല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. അമ്മ അതൊന്നും അറിയണ്ട. അമ്മയെ ഒഴിവാക്കുന്നത് ശരിയാണോ? അതൊക്കെ ഞങ്ങളുടെ കാര്യം. എനിക്ക് 2 കാര്യങ്ങളിൽ ഉറപ്പ് കിട്ടണം. ഒന്ന്, അമ്മയുടെ സമ്മതപത്രം. പിന്നെ എൻ്റെ ബ്രോക്കർ ഫീസ് കൃത്യമായും കിട്ടിയിരിക്കണം. അതിനകത്ത് യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അയ്യോ കഷ്ടം. പാലം കടക്കുവോളം നാരായൺ, പാലം കടന്നാൽ ഊരായൺ. ഈ അമ്മയുടെ ഒരവസ്ഥ. മക്കൾക്കില്ലാത്തത് ഞാൻ എന്തിനാ ചിന്തിക്കുന്നത്? ഇത് എൻ്റെ തൊഴിൽ, എന്നാലും കഷ്ടം തന്നെ. ഇത് നടന്നാൽ എൻ്റെ ഭാഗ്യം. എനിക്ക് കിട്ടാനുള്ളത് വാങ്ങി പോക്കറ്റിലിട്ട് ഞാൻ എൻ്റെ പാട്ടിന് പോകും. ഞങ്ങളുടെ കുടുംബകാര്യങ്ങൾ ഞങ്ങൾ നോക്കിക്കൊള്ളാം. നിങ്ങൾക്ക് തരാനുള്ളത് തന്നോളാം. ദുശ്ശകുനം പോലെ അമ്മയെ കണ്ടോരാ മക്കൾ നടന്നു മറയുന്നതും നോക്കി നെഞ്ചു പൊടിഞ്ഞമ്മ നീറി നിന്നു. ചെല്ലക്കഥകൾ നുകർന്നു രസിച്ചൊരാ പേരക്കിടാവോടി വന്ന നേരം ശാസിച്ചു നിർത്തി മരുമകളെങ്കിലും മുത്തശ്ശിക്കൊപ്പമൊന്നോടിയെത്താൻ കൈനീട്ടി നിന്നു കരഞ്ഞു പൈതൽ. അന്യയായ അമ്മൂമ്മ നൊന്തു നിൽക്കേ തിങ്ങി നുറുങ്ങിയോ കുഞ്ഞിൻ മനം. നിർമ്മല ബാല്യമേ, നിന്നിൽ പക നട്ടോരച്ഛനും അമ്മയും എന്തു നേടി? മക്കളെ ഓർക്കുക, തീരാത്ത ദുരിതമായി നിങ്ങളെ ചൂഴുന്ന പാപമായി തീരുമീ മാതൃശാപം. ആരോ വിലയിട്ടൊരാ 4 കെട്ടിന്റെ നോവു പോലമ്മ പകച്ചു നിന്നു. പോകാനിടമില്ല എന്നൊരു ദുഃഖമല്ലമ്മ തൻ നെഞ്ചിൽ തിളച്ചതപ്പോൾ. മഴയിലും പൊള്ളുന്ന പകലിലും മക്കൾക്കായി ഓടിത്തളർന്നൊരാ അച്ഛന്റെ രൂപമാണമ്മയെ വന്നു പൊതിഞ്ഞതപ്പോൾ. അച്ഛനുണ്ടായിരുന്നെങ്കിലെന്നായമ്മ ഉള്ളം തപിച്ചു കൊതിച്ചു പോയി. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി. മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു. മിഴിനീരണിഞ്ഞ രാത്രി തളർന്നു. തിരയിളകുന്നു, നുരചിതറുന്നു ഇരുളിൻ തീരങ്ങളിൽ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി. കനലായി എരിഞ്ഞ സന്ധ്യമയങ്ങി. അച്ഛൻ മറഞ്ഞതിൽ പിന്നെ
മക്കളെ, നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്, പ്രത്യേകിച്ച് നിന്നോട്. ഈ വിധവയായ മാതാവിനെ നോക്കാതെ എത്ര പ്രാർത്ഥനയും ഭക്തിയും കാണിച്ചാലും പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമെന്ന് നീ അറിയണം. നാളെ നമ്മളും ഇതേ വഴിയിൽ കൂടി വരേണ്ടവരാണ്. അതുകൊണ്ട് നമ്മുടെ പുതിയ തലമുറകൾക്ക് നാം മാതൃകയാകണം. പ്രിയരെ, നമുക്ക് സ്നേഹിക്കാം, നമുക്ക് കരുതാം, നമുക്ക് ബഹുമാനിക്കാം. വാർദ്ധക്യത്തിലെത്തിയ നമ്മുടെ മാതാപിതാക്കളെ നമ്മോട് ചേർത്ത് പിടിക്കാം. അതായിരിക്കട്ടെ നമ്മുടെ ഈ വർഷത്തെ കലാസന്ധ്യ.